ഇപ്പോൾ നിങ്ങൾ ഒരാളുടെ മെസ്സേജ് വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, നിങ്ങളോട് വളരെയധികം ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന ഒരാൾ, പക്ഷേ ഇപ്പം ഇത്തിരി അകൽച്ചയിലാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന, നിങ്ങൾ ഏറ്റവും അധികം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളായിട്ട് ഭയങ്കര അകൽച്ചയിലാണ്. അതുപോലെ തന്നെ നിങ്ങൾ അവരിൽ നിന്നൊരു മെസ്സേജ്, നിങ്ങൾ അവരുടെ ഒരു തിരിച്ചു വരവ് കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും ആ കാര്യങ്ങൾ? എന്തുകൊണ്ടാണ് അവർ വേർപിരിഞ്ഞ് നിൽക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് അവർ എത്താൻ പോലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ കാർഡിൽ നോക്കാം. അപ്പോൾ നമ്മൾ 3 കാർഡ്സാണ് എടുക്കുന്നത്. ആദ്യത്തെ കാർഡ്, നിങ്ങൾ ആ ഒരു വ്യക്തിനെ മൈൻഡിലേക്ക് നല്ല രീതിയിൽ കൊണ്ടുവരിക. അവരുടെ പേര് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അവരുമായിട്ടുണ്ടായിരുന്ന, ഇടപഴകിയിട്ടുണ്ടായിരുന്ന ആ ഒരു സാഹചര്യങ്ങൾ, സന്തോഷമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ വിചാരിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ് നോക്കാം. 4 കപ്സ് ആണ് ആദ്യത്തെ കാർഡ്. വളരെയധികം ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വളരെയധികം ആഴത്തിൽ ഇറങ്ങി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തീരുമാനത്തിലെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. വളരെ അധികം സ്നേഹത്തിൽ കഴിഞ്ഞ 2 വ്യക്തികളാണ് നിങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സിമ്പിൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കർക്കിടക രാശിക്കാരുടെ ഒരു മൂൺ ഒക്കെ കണക്റ്റ് ആവുന്ന ഒരു സിമ്പിൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നിങ്ങളെ തന്നെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് കരുതിയിട്ട് ഒരു ബന്ധം വേണ്ട എന്ന് വെക്കുന്ന രീതിയിലോ അങ്ങനെയൊന്നുമില്ല. താൽക്കാലികമായിട്ടുള്ള ഒരു അകലം മാത്രമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. താൽക്കാലികമായിട്ടുള്ള ഒരു അകലത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ട്. പുതിയൊരു പ്രണയാവസരം വേണമോ എന്ന്, അതായത് നിങ്ങൾ പ്രണയിക്കാത്തൊരു വ്യക്തിയാണെന്നെങ്കിൽ പുതുതായിട്ടൊരു അവസരം വേണോ എന്നുള്ളതും, ഇനി റിലേഷൻഷിപ്പിൽ ഉള്ളവരാണെങ്കിൽ തന്നെ അവർക്ക് നല്ലൊരു ആലോചനയ്ക്ക് ശേഷം മുന്നിലേക്ക് വരാം. അതായത് നിങ്ങളുടെ പഴയ മുറിവുകൾ, പഴയ വിഷമങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, എന്തോന്നും റീസൺ ഇല്ലാത്തുള്ള രീതിയിൽ വിട്ടുമാറി നിൽക്കുന്ന ഒരവസ്ഥ, ഇതിനെല്ലാം നിങ്ങൾ തരണം ചെയ്ത് മുന്നിലേക്ക് വരാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ കിട്ടാത്തൊരു സംതൃപ്തി, അതായത് നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നെല്ലാം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കിട്ടാത്ത ആ ഒരു സംതൃപ്തി, നിങ്ങൾക്ക് കിട്ടാത്ത ആ ഒരു സന്തോഷം, അതിനെല്ലാം നിങ്ങൾ പരസ്പരം മൗനമായിട്ട് ഇരുന്നിട്ടാണെങ്കിൽ പോലും മനസ്സിലാക്കുന്നുണ്ട്. നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് അവരിങ്ങനെ ഇപ്പോൾ അകന്നു നിന്നു, എന്തുകൊണ്ട് അവരിപ്പോൾ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ നിങ്ങൾ സംസാരിക്കാതെ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് നിങ്ങളുടെ ലൈഫ് ഇനി മുന്നിലേക്ക് പോകാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ പഴയ അവസരങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സ്നേഹങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരങ്ങൾ, ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഇരുന്ന് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുക. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനൊരു കാര്യം അകന്ന് നിൽക്കാണ്ടായി എന്നുള്ളതിൻ്റെ കാരണങ്ങളാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. അതിനെല്ലാം അനലൈസ് ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഒരു തീരുമാനത്തിലേക്ക് വരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കാണിക്കുന്നുണ്ട്. കാരണം ഒരു വ്യക്തി നമുക്കിവിടെ ഇരുന്ന് ആലോചിക്കുന്നതായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ടും കാണാൻ പറ്റും. സോ വളരെയധികം ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ വളരെയധികം ആഴത്തിൽ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരിക്കലും വേർപിരിയാനുള്ള ചാൻസസ് ഒന്നും ഈ ഒരു കാർഡിൽ നമുക്ക് കാണുന്നില്ല. നമുക്ക് രണ്ടാമത്തെ കാർഡ് നോക്കാം. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് 9 of Wands ആണെന്ന് കിട്ടിയിരിക്കുന്നത്. ഇതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ വളരെയധികം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ട്, പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, പലതരത്തിലുള്ള ആൻസറുകൾ നിങ്ങൾ പറയുന്നുണ്ട്, പലതരത്തിലുള്ള ആൾക്കാരെ കാണുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു കംഫർട്ടില്ലായ്മ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ധൈര്യത്തോടു കൂടി പോരാടുക, നല്ല രീതിയിൽ നിങ്ങൾ നേരിടുക. കാരണം നിങ്ങൾക്ക് പലരും പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട് നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പലരോടും പറയുന്ന ഉത്തരങ്ങൾ അല്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. പലരെയും സമാധാനിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ളൊരു തീരുമാനത്തിലേക്കാണ് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൽ, നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് നിരാശകൾ, ഒരുപാട് വിഷമങ്ങൾ, മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങൾ, എന്നാൽ ഈ ഒരു ബന്ധം അവസാനിപ്പിക്കണം എന്ന് തോന്നുന്ന പല സാഹചര്യങ്ങൾ, മാത്രമല്ല ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു ബന്ധം ഇനി ഒട്ടും മുന്നോട്ട് പോവില്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് പോയിന്റിലെത്തുന്നത് അതെല്ലാം മറക്കാം, അതെല്ലാം മറന്ന് പുതിയൊരു ലൈഫിലേക്ക് വരാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ബോണ്ടിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇടപെടലുകൾ കാരണം, ഒരു ചെറിയൊരു ഇടപെടൽ കാരണം കൊണ്ട് ഉണ്ടായ ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ഈ അകന്നു നിൽക്കുക എന്നുള്ളത്.
അതിന് നിങ്ങൾ വളരെയധികം ധൈര്യപൂർവ്വമാണ് നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മുന്നിലേക്ക് പോകാൻ, നിങ്ങൾ പരസ്പരം കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പരസ്പരം സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പഴയതുപോലെ നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യണം, യാത്രകൾ പോകണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ പലരും കാരണം കൊണ്ട് നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു അകൽച്ചയിൽ ഇരിക്കുകയാണ്. ആ അകൽച്ചകളെല്ലാം മാറി നിങ്ങൾ നിങ്ങളുടെ പഴയ ഒരു ലൈഫിലേക്ക് നിങ്ങൾ വെരി സൂൺ തന്നെ നിങ്ങൾ തിരിച്ചു വരും. നമുക്ക് മൂന്നാമത്തെ കാർഡ് നോക്കാം. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ധൈര്യത്തോടു കൂടിയിട്ട് നിങ്ങൾ മുന്നിലേക്ക് പോവുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു സമാധാനത്തിലേക്ക്, അതായത് നിങ്ങൾ നല്ലൊരു സന്തോഷത്തിലേക്ക്, ഒരു സംതൃപ്തിയിലേക്കാണ് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു അവസാനഘട്ട പോരാട്ടത്തിലാണ് നിങ്ങളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളോട് ചോദിക്കുന്നവരോട് പലരോടും നിങ്ങൾ പലതരത്തിലുള്ള ആൻസറുകൾ പറഞ്ഞ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള പലതരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് പരസ്പരം നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഘട്ടത്തിലെത്തുമ്പോഴും നിങ്ങൾ മൗനമായിട്ട് മാറി നിൽക്കുന്നത് മറ്റുള്ള പലർക്കും വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ട്, ഒരു മെസ്സേജ് കാണാൻ നിങ്ങൾ കൊതിക്കുന്നുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ എല്ലാം ഒരു സമാപനത്തിനുള്ള, അതായത് ആ ഒരു പോരാട്ടത്തിൻ്റെ ഒരു സമാപനം ആയിട്ടുണ്ടെന്നാണ് ഈ ഒരു കാർഡിൽ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ദീർഘകാലമായിട്ട് കാത്തിരുന്നിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങൾക്കും, അതായത് ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വിവാഹം ആലോചിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, വളരെയധികം നാളുകളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരുന്ന ആ ഒരു കാര്യം നടക്കാനായിട്ട് പോവുകയാണ്. ഒരുമിച്ച് ജീവിക്കണമെന്ന് തീരുമാനിച്ച വ്യക്തികളൊക്കെ ആണെങ്കിൽ നല്ലൊരു ടൈം പീരീഡാണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വിവാഹം, ഇപ്പോൾ റീസെൻ്റ്ലി ഉറപ്പിക്കാൻ പോകുന്നൊരു വിവാഹം, അല്ലെങ്കിൽ പെണ്ണ് കണ്ട ഒരു വിവാഹം, അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നടക്കാനായിട്ട് ആ ഒരു കാലചക്രത്തിൻ്റെ ഒരു അവസാനം, അതായത് നിങ്ങൾക്ക് നല്ലൊരു പുതിയ ലൈഫ് തുടങ്ങാൻ പോവാണ്. നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട്, നല്ല രീതിയിൽ നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു സിമ്പിളാണ് ഈ ഒരു കാർഡ് കിട്ടിയിരിക്കുന്നത്. സിംഗിളായിട്ടൊക്കെ ജീവിച്ച് തീർക്കാമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല നിങ്ങളുടെ ലൈഫ്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഒരു കുടുംബജീവിതം നയിക്കാൻ പോവുകയാണെന്നാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. അതുപോലെ തന്നെ സെലിബ്രേഷൻസ് വരുന്നുണ്ട്, ഒരു നല്ല രീതിയിലുള്ളൊരു ട്രാവൽ വരുന്നുണ്ട്, നല്ല രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഫുഡ്, നല്ല പുതിയ വസ്ത്രങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് ഇത് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടാണ് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഏറെ നാളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടക്കാൻ പോവുകയാണെന്നാണ് ഇന്നത്തെ ഒരു കാർഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് പിരിഞ്ഞു നിൽക്കുന്നവരുണ്ടായിരിക്കും. നിങ്ങൾ ഒരുപാട് ദൂരം നിങ്ങൾ സഞ്ചരിച്ചെത്തിയിട്ടുണ്ട്. കാരണം മനസ്സിൻ്റെ ഒരു ഏകാന്തത കാരണം കൊണ്ട് സഞ്ചരിച്ച് നിങ്ങൾ വേറെ എവിടെയോ എത്തിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തിരിച്ചു വന്ന് നല്ല രീതിയിലൊരു പോയിൻ്റ് ചെയ്തിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തി. പലരോടും പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ നല്ല രീതിയിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് സക്സസ് ചെയ്യാൻ പോവുകയാണ്. സോ കമൻറ്റ് ചെയ്യുക, സക്സസ്.